എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഡൈനിങ് ടേബിളിൽ വെച്ച് നമുക്ക് ഫാമിലിക്ക് ഒരു ക്വാളിറ്റി ടൈം കിട്ടുമെന്ന്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു സിംഗിൾ ചൈൽഡാണ്. എൻ്റെ അമ്മ എബ്രോഡ്, അച്ഛൻ വർക്കിംഗ്. അച്ഛൻ ഇപ്പോൾ കാറ്ററിംഗ് വർക്കാണ്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ നൈറ്റ് രാത്രി 2:30 ആവും. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ കിടക്കും. അപ്പോൾ ഞാൻ പറയുമ്പോൾ ലൈക്ക് ഞാൻ നേരത്തെ ഫുഡ് കഴിക്കുന്ന ആളല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ എങ്ങനെ എനിക്കൊരു ക്വാളിറ്റി ടൈം എൻ്റെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും? ടീച്ചർ പറയൂ. എനിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ക്വാളിറ്റി ടൈം എപ്പോഴും ഡൈനിങ് ടൈം ആയിരിക്കണം നിർബന്ധമില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നാലും ആ 10 മിനിറ്റ് നമ്മൾ ബാക്കി എല്ലാം മാറ്റി വെച്ച് പൂർണ്ണമായിട്ട് ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ക്വാളിറ്റി ടൈമാണ്. ക്വാളിറ്റി ടൈം കൊടുക്കണം, അത് ആവശ്യമാണ്. പേരൻസ് കൊടുത്തേ തീരൂ. പക്ഷേ ഇപ്പോൾ അവൾ പറഞ്ഞ സ്ഥിതിക്ക് അവളുടെ അമ്മ എബ്രോഡാണ്. അപ്പോൾ അവൾ അമ്മയോട് സംസാരിക്കുന്നതനുസരിച്ച് ഇരിക്കും അവൾക്ക് ക്വാളിറ്റി ടൈം കൊടുക്കുക. അവളുടെ അമ്മയും അച്ഛനും അവളും ഒരുമിച്ചിരുന്ന് ഇവർക്ക് ഇപ്പോഴത്തെ നിലയിൽ വീഡിയോ കോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അമ്മ വീഡിയോ കോളിൽ വന്നാൽ മതി, അച്ഛനും മോളും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ മതി. എൻ്റെ അമ്മ ഇപ്പം ഞാൻ, ചേച്ചി, അപ്പ, ഞങ്ങൾ 3 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. അമ്മ മൂന്നാറാണ്, അമ്മ വർക്കിംഗ് ആണ്. അപ്പോൾ അമ്മ അവിടെ തന്നെ ആയതുകൊണ്ട് കുറേ മൂഡ് സ്വിങ്സ് ഉണ്ട്. ഞങ്ങൾ സംസാരിച്ചാൽ അത് തീരും. ഞങ്ങൾ ഓരോരുത്തരും കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ ആ പ്രശ്നങ്ങൾ തീരും. പക്ഷേ അങ്ങനെ കൊടുക്കാൻ പല പിള്ളേരും ഇപ്പോൾ മടിക്കുന്നുണ്ട്. പേരൻസും അതിനനുസരിച്ച് പുറകിലോട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പാരൻറ്റിങ് പഠിക്കണമെങ്കിൽ വിഭിന്നശേഷിയായിട്ടൊരു കുഞ്ഞ് ജനിക്കുന്ന വീട്ടിൽ ചെന്നാൽ മതി. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളൊരു വീട്ടിലൊരു കുഞ്ഞുള്ളപ്പോൾ ആ അച്ഛനും അമ്മയും എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതെന്ന് മാത്രം ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. നിങ്ങളുടെ ഈ വക എല്ലാ ചിന്താഗതിയും ഇന്നത്തോടു കൂടി ഇല്ലാണ്ടാവും. കാരണം അവിടെ ഒരു ട്രെയിനിങ് പോലും കിട്ടാതെയാണ് ഒരച്ഛനും അമ്മയും അങ്ങനെ ഒരു കുഞ്ഞിനെ പൊന്നുപോലെ കൊണ്ടുപോകുന്നത്. അവർക്കറിയില്ല അത് ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സ് ലൈക്ക് ഓട്ടിസം പോലുള്ളാകാം, അല്ലെങ്കിൽ ജെനറ്റിക് ഡിസോർഡേഴ്സ് ആകാം, അല്ലെങ്കിൽ ബുദ്ധിമാന്യം പോലുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിൽ 23 തരം വൈകല്യങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഈ 23 തരം വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ആ അച്ഛനും അമ്മയും പൊന്നു പോലെ നോക്കുന്നതെന്ന് മാത്രം ആലോചിച്ചാൽ. ഈ നമ്മുടെ ആളുകൾ വ്യാപകമായി പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തൊരു കാര്യമാണ്, സമയമില്ല എന്നുള്ളതല്ല, നമ്മളിവിടെ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.